ദശമൂലം ദാമുവിനെ അനുസ്മരിപ്പിച്ച് കരമന ജയൻ. കരമന ജയൻ തിരുവനന്തപുരം BJPയുടെ സിറ്റി പ്രസിഡന്റാണ്. മാത്രമല്ല അദ്ദേഹം BJPയുടെ ഇത്തവണത്തെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തിന് എതിരായി നിന്നത് LDFിലെ കരമന സുധീറും UDFിലെ CP ജോണുമാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ നെട്ടയത്ത് CPIM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ BJP പ്രവർത്തകരെ വട്ടിയൂർക്കാവ് പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ കരമന ജയൻ നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അതായത് ഞങ്ങൾ ആണുങ്ങൾ ഇടപെടേണ്ട ഒരു കേസേ അല്ല ഇത്, മറിച്ച് ഞങ്ങളുടെ പെൺപുലികൾ ഇറങ്ങി പോലീസിനെ നേരിടും എന്നാണ് കരമന ജയൻ പറയുന്നത്. ആ പ്രസംഗം ഒന്ന് കേൾക്കുക. നിന്നോട് പറയുകയാണ്, ആധികാരികമായി തന്നെ പറയുകയാണ്, BJP ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ പറയുകയാണ്, ഞങ്ങളോട് പോരെന്ന് വരല്ലേ, ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ. പെൺപുലികൾ മതി, ഞങ്ങൾ പുരുഷന്മാർ വേണ്ട, പെൺപുലികൾ മതി. ഇത്തരത്തിൽ നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുണ്ട്. വെട്ടിച്ചിറ ഡൈമൻ, ദശമൂലം ദാമു, കീലേരി അച്ചു തുടങ്ങിയിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ ഈ മോഡലിലുണ്ട്. അതായത് ഒരു ചെറിയ പിച്ചാത്തിയുമായി വന്നിട്ട് ഞങ്ങൾക്ക് ഇടപെടേണ്ട ഒരു കേസേ അല്ല ഇത്, നിസ്സാര കേസാണ് ഇത്, മറ്റുള്ളവർ തീർക്കേണ്ട കേസാണ്, ഞങ്ങൾ ഇത്തരം കേസുകൾ പിടിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീരുത്വം നിറഞ്ഞ ക്യാരക്ടറാണ് ഇവരെല്ലാം തന്നെ. അത്തരത്തിലുള്ള ഗണത്തിൽപ്പെടുന്ന ഒരു പ്രസംഗമാണ് ഇതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പൊതുവെ പറയുന്നത്. ഇനി ആരാണ് ഈ കരമന ജയൻ എന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തിയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൂടിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കരമന ജയന്റെ പേരിലുള്ള കൊലക്കേസ് നമ്പർ ഇതാണ്: SC 54/1996. അതായത് ആയുർവേദ കോളേജിന് സമീപം വെച്ച് 1996 ഒരു CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ആ കൊലക്കേസിലെ പ്രതിയാണ് ഈ പറയുന്ന കരമന ജയൻ. കോടതി എന്ന് പറയുന്നത് തിരുവനന്തപുരം 2ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ്. ഇനി എന്തെല്ലാം വകുപ്പുകളാണ് കരമന ജയന് മേൽ ചുമത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. IPC 302, IPC 143, 144, 147, 324. ഇനി ബാധകമായ മറ്റ് വിശദാംശങ്ങൾ എന്നതിൻ്റെ അവിടെ പൂരിപ്പിച്ചിട്ടില്ല. ഇനി ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം ശിക്ഷയാണ് കരമന ജയന് കോടതി വിധിച്ചത്. ഇനി ശിക്ഷിക്കപ്പെട്ട തീയതി എന്ന് പറയുന്നത് 2022 ഒക്ടോബർ 29 അപ്പീൽ ഫയൽ ചെയ്തു. അതെ, ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പീലിന്റെ വിശദാംശങ്ങളും നിലവിലെ സ്ഥിതിയും. അപ്പീൽ നമ്പർ CRLA 145/03 കേരള ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചു. ശിക്ഷിക്കപ്പെട്ടത് തിരിച്ചുവിട്ടു 2024 മാർച്ച് 22 തീയതി. അതായത് കരമന ജയൻ 2022 ഒക്ടോബർ 29 മുതൽ 2024 മാർച്ച് 22 വരെ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. ഇനി ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള കേസുകൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. IPC BNSന്റെ സംക്ഷിപ്ത വിവരങ്ങൾ. അദ്ദേഹം സത്യവാങ്മൂലം നൽകിയതാണ്, നമ്മളാരും പറയുന്നതല്ല. കൊലപാതകത്തിലുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ IPC സെക്ഷൻ 302, അപകടകരമായ ആയുധങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വമേധയാ പരിക്കേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ സെക്ഷൻ 324, നിയമവിരുദ്ധമായ ഒരു സമ്മേളനത്തിൽ അംഗമായിരിക്കുന്നതിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ IPC സെക്ഷൻ 143, പൊതുലക്ഷ്യത്തിന് വേണ്ടി ചെയ്ത കുറ്റകൃത്യത്തിൽ കുറ്റക്കാരനായ നിയമവിരുദ്ധമായി സംഘം ചേരുന്ന ഓരോ അംഗത്തിനുമെതിരായ കുറ്റങ്ങൾ IPC സെക്ഷൻ 149, പൊതുവഴിയിലോ നാവിഗേഷൻ ലൈനിലോ അപകടം വരുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ IPC സെക്ഷൻ 283, പൊതുവായ ഉദ്ദേശത്തോടുകൂടി നിരവധി വ്യക്തികൾ ചെയ്ത പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ IPC സെക്ഷൻ 34, മാരകായുധങ്ങളുമായി നിയമവിരുദ്ധമായി സംഘം ചേർന്നതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ IPC സെക്ഷൻ 144. ഇനി തീർപ്പാക്കാത്ത കേസുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. അത്
FIR നമ്പർ 871/20 കന്റോൺമെന്റ് SP സ്റ്റേഷനിലാണ് തിരുവനന്തപുരത്ത്. 826/20 കന്റോൺമെന്റ് സ്റ്റേഷൻ SP തിരുവനന്തപുരം. 1524/17 കന്റോൺമെന്റ് SP തിരുവനന്തപുരത്ത്. 887/20 കന്റോൺമെന്റ് SP തിരുവനന്തപുരം. 690/20 മ്യൂസിയം SP തിരുവനന്തപുരം. 216/19 പാറശാല PS. 777/17 കന്റോൺമെന്റ് SP. 1886/16 മാരായിമുട്ടം PS. ഇത്രയുമാണ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിലവിലെ കേസുകൾ. അങ്ങനെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ക്രിമിനൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഈ കരമന ജയൻ. അദ്ദേഹമാണ് ഇപ്പോൾ ദശമൂലം ദാമുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇടപെടേണ്ട ഈ കേസല്ല, ഇത് ഞങ്ങളുടെ പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഈ ദശമൂലം ദാമുവിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിച്ചു കീറി ഒട്ടിക്കുകയാണ്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.